ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭൂമിശാസ്ത്രം ഏറെ കൗതുകമുണർത്തുന്നതാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങൾ ഉള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, അത് എറണാകുളമാണ്. എന്നാൽ കൂടുതൽ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ വയനാടും മാവേലിക്കരയുമാണ് മുന്നിലുള്ളത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ വീതമാണ്. എന്നാൽ ഈ 7 നിയോജക മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തതിൽ വന്ന പ്രത്യേകതയാണ് മണ്ഡലങ്ങളുടെ രൂപവും സ്വഭാവവും വ്യക്തമാക്കുന്നത്. ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എറണാകുളം ജില്ലയുടെ പ്രാതിനിധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിലെത്തിക്കാൻ ഈ 4 ലോക്സഭാ അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടാകും. പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് മണ്ഡലങ്ങൾ ചാലക്കുടിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള അസംബ്ലി മണ്ഡലങ്ങൾ മാത്രം. മൂവാറ്റുപുഴ, കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കിയിലാണ്. പിറവം മണ്ഡലമാകട്ടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയത്തും. കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ 3 ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ്. അതുപോലെ തന്നെ കൗതുകത്തിനപ്പുറം വോട്ടർമാരുടെ രീതികളിലും രാഷ്ട്രീയ നിലപാടുകളിലും ജാതി മത സമവാക്യങ്ങളും എല്ലാം വ്യത്യസ്തമാക്കുന്നതാണ് മണ്ഡലങ്ങളുടെ രൂപം. മാവേലിക്കര ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങി സമുദ്രനിരപ്പിലും താഴ്ന്ന കുട്ടനാടും ഇടനാടെന്ന് വിശേഷിപ്പിക്കുന്ന മാവേലിക്കരയും ചെങ്ങന്നൂരും, കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ പത്തനാപുരവും കുന്നത്തുനാടും കൊട്ടാരക്കരയും ഉൾപ്പെട്ടിരിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലം മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഇത്തരം മേഖലകളിൽ കഠിനമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.